സ്ത്രീവിരുദ്ധതയുടെ മോദിക്കാലത്തും ബദലുയർത്തി മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കേരളം സ്ത്രീ ശാക്തീകരണത്തിലും ഒന്നാമതാണ്. ഒന്നാം EMS സർക്കാരിന്റെ കാലം മുതലുള്ള ഇടത് സർക്കാരുകൾ നടപ്പാക്കിയ സ്ത്രീ സൗഹൃദ നയങ്ങളാണ് അതിനു പിന്നിൽ. കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് അടിത്തറ പാകിയത് വിദ്യാഭ്യാസമാണ്. ഒരു കാലത്ത് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകത്തിൽ കഴിഞ്ഞിരുന്ന സ്ത്രീകളെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കും അവിടെ നിന്ന് തൊഴിലിടങ്ങളിലേക്കും നയിച്ചത് സമരസപ്പെടാത്ത പ്രക്ഷോഭങ്ങളാണ്. അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രിൻ, ദാക്ഷായണി വേലായുധൻ, KR ഗൗരിയമ്മ, സുശീല ഗോപാലൻ. കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെ പെൺമുഖങ്ങളാണിവർ. ലിംഗനീതിയിലധിഷ്ഠിതമായ സാമൂഹ്യക്രമം സൃഷ്ടിക്കുന്നതിനും അതുവഴി സമത്വം യാഥാർത്ഥ്യമാക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ ഇടതു പുരോഗമന സർക്കാരുകൾ നടത്തിവന്നത്. 1987 നടപ്പാക്കിയ സമ്പൂർണ്ണ സാക്ഷരതാ പ്രസ്ഥാനം, 1997 ജെൻഡർ ബജറ്റിംഗ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% സംവരണം എന്നിവയെല്ലാം അതിൽ ഉൾപ്പെടുന്നു. നിരവധി പദ്ധതികളിലൂടെ വെല്ലുവിളികൾക്കിടയിലും നവകേരളം സ്ത്രീപക്ഷമാക്കുകയാണ് കഴിഞ്ഞ 7.5 വർഷമായി LDF സർക്കാർ. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകമായി വകുപ്പ്, പോലീസ് സേനയിൽ പ്രത്യേക സ്ത്രീ ബറ്റാലിയൻ, കേരള വിമൺ പോർട്ടൽ, കോളേജ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ പ്രസവാവധി, സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിലെ വനിതാ ജീവനക്കാർക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റ്, നോളജ് എക്കണോമി മിഷൻ വഴി സ്ത്രീകൾക്ക് പ്രത്യേക തൊഴിൽ മേളകൾ, കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ നീളുന്നു ഉദാഹരണങ്ങൾ. ക്രിയാത്മകമായ ഇത്തരം ഇടപെടലുകൾക്കിടയിലും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾ ചെറുതല്ല. അവയെ സമയബന്ധിതമായി നേരിടുകയും പരിഹരിക്കുകയും വേണം. രാജ്യത്തെ സ്ത്രീകൾക്ക് നീതി നിഷേധിക്കപ്പെടുന്ന BJP ഭരണകാലത്ത് സ്ത്രീ വിമോചനത്തിന് ഊന്നൽ നൽകി സ്ത്രീ പങ്കാളിത്തത്തിൽ അധിഷ്ഠിതമായ നവകേരളം കെട്ടിപ്പടുത്ത പ്രതിരോധ തുരുത്താവുകയാണ് കേരളം. അഞ്ജന സുരേഷ്, കൈരളി ന്യൂസ്.